വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ബോംബ് ഭീഷണി. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ് ഇമെയിൽ സന്ദേശമെത്തിയത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷികത്തിൽ പ്രതികാരം ചെയ്യും എന്നാണ് ഭീഷണി. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയുടെ വിവരങ്ങളും ചേർന്നു. സുർജിത്ത്, ആരാണ് ഇമെയിൽ അയച്ചത്? ഇത് വന്നിരിക്കുന്ന ID എന്ന് പറയുന്നത് ഒരു നിവേദിത പൃഥ്വിരാജ് എന്നുള്ള പേരിലുള്ള ഒരു ID യിൽ നിന്നാണ് ഇമെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. അതിൽ US കോൺസുലേറ്റ്, ചെന്നൈയിലെ US കോൺസുലേറ്റിലൊപ്പം തന്നെ ഈ വെറ്ററിനറി സർവകലാശാലയിലും ബോംബ് വയ്ക്കുമെന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ 7:38 ഇവിടുത്തെ VC ഡോക്ടർ അനിൽ, ഒപ്പം തന്നെ ഇവിടുത്തെ രജിസ്ട്രാർ ഉൾപ്പെടെ 2 പേർക്കാണ് ഒഫീഷ്യൽ മെയിലിലേക്ക് ഇങ്ങനെ മെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡിനെ വിവരമറിയിച്ചു, പോലീസിന് വിവരമറിച്ചു. അതനുസരിച്ച് ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറ്ററിനറി ക്യാമ്പസിനകത്താണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഈ നക്സൽ ലീഡറായിട്ടുള്ള TNLA മാരൻ എന്ന പേരാണ്. അത് ആരാണെന്ന് വ്യക്തതയില്ല. അത് ആ ലീഡറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അയാൾ ബോംബ് വയ്ക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഇവാക്യുവേറ്റ് ഓൾ മൈനോറിറ്റി സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് സൂൺ, പെട്ടെന്ന് തന്നെ ഈ ആളുകളെ മാറ്റണം, അതായത് ഈ മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകളെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് അതിൻ്റെ ഹെഡറിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 4-5 പാരഗ്രാഫ് വരുന്ന ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കൊക്കെ കാണുന്നുമുണ്ട്. അങ്ങനെയാണ് ഒരവസ്ഥ. എന്തായാലും ഇവിടെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് തണ്ടർബോൾട്ട് സംഘവും മറ്റ് പോലീസ് സംവിധാനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ആ ഇമെയിൽ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു കിളി പറന്ന ആരോ അയച്ച പോലെ തോന്നുന്നില്ലേ സുർജിത്ത്? തീർച്ചയായും കിളി പറഞ്ഞ പോലെയാണ്. മൊത്തത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് മൊത്തം കാണുന്നുണ്ട്, അക്ഷരത്തെറ്റുകളുണ്ട്. അങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ആ മെയിൽ ഉണ്ട്. അതിനകത്ത് മൊത്തം ഒരു 5-6 പാരഗ്രാഫ് വരുന്നൊരു മെയിലാണ്. പക്ഷേ മെയിലിനകത്ത് മൊത്തം പൊട്ടത്തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഇത് കൂട്ടി വായിച്ച് VC തന്നെ അത് പറയുന്നുണ്ട്. VCയോട് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് മൊത്തത്തിൽ വായിച്ച് കൂട്ടി വായിക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു മൊത്തത്തിൽ ഗ്രാമർ മിസ്റ്റേക്കുള്ള ഒരു മെയിലാണ്. ഇതിനകത്ത് ഈ പലതും, അതായത് ഈ അമേരിക്കൻ കോൺസുലേറ്റിലും ബോംബ് വയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ ഒരാഴ്ച മുമ്പ് ഈ സേലത്ത് ലൈഫ് സ്റ്റോക്ക് വിദ്യാഭ്യാസ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വെറ്ററിനറി സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ബോംബ് ഭീഷണി മുഴക്കാനുള്ള കാരണം എന്താണെന്ന് എന്തായാലും പോലീസ് തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇതൊരു തമാശ എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സീരിയസ് ആയിട്ട് തന്നെ എന്തായാലും കാണണം. പക്ഷേ ഇതുപോലെ വെറ്ററിനറി സർവകലാശാലകൾക്ക് മാത്രം തെരഞ്ഞു പിടിച്ചേക്കുന്നത് ആ പേരൊക്കെ എന്തായാലും അത് വ്യാജമാകണം, ഉറപ്പായും വ്യാജമാകണം. അപ്പോൾ ഏതോ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്ക് കട്ട് ചെയ്ത ഏതെങ്കിലും വിദ്യാർത്ഥികളോ ഒക്കെയാണോ എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ. എന്തായാലും അതിനെ വളരെ ഗൗരവത്തിലെടുക്കട്ടെ. VCയുടെ പ്രതികരണമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക്. അല്ല, ഇന്ന് കാലത്ത് ഒരു 7:38 ഒരു മെയിൽ എൻ്റെയും രജിസ്ട്രാറിൻ്റെയും ഒഫീഷ്യൽ മെയിലിൽ ഒരു മെയിൽ വന്നിരുന്നു. ഒരു നിവേദിത പൃഥ്വിരാജ്, ആ ID എന്നാണ് വന്നേക്കണേ. ചെന്നൈയിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലും വെറ്ററിനറി കോളേജിലും IED ബോംബ്സ് ബ്ലാസ്റ്റ് ചെയ്യും. കാരണം പറഞ്ഞേക്കുന്നതിൻ്റെ അഫ്സൽ ഗുരുവിൻ്റെ അൺഫെയർ ഹാങ്ങിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത്രയേ ഉള്ളൂ. അത് നമ്മളപ്പോൾ തന്നെ പോലീസിനെയും എല്ലാ അതോറിറ്റീസിനെ അറിയിച്ചു. ബോംബ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. ഓൾ ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അപ്പോൾ അതെന്താ, നിവേദിത പേതുരാജ് എന്ന പേരിലാണ് ആ മെയിൽ വന്നിരിക്കുന്നത്. നിവേദ പേതുരാജ് എന്നൊരു അഭിനയത്തിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതാവില്ല, അതെന്തായാലും ഒരുപക്ഷെ അതിൻ്റെ പേരിൽ വ്യാജ പേരുണ്ടാക്കിയതാവണം ഈ ഇമെയിൽ ID. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് ബോംബ് വയ്ക്കുമെന്നുള്ളതാണ് ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. മൊത്തം അക്ഷരത്തെറ്റൊക്കെ നിറഞ്ഞ ഒരു ഇമെയിൽ സന്ദേശത്തെ പറ്റിയാണ് നേരത്തെ സുർജിത്ത് പറഞ്ഞത്. അതിനെ ഗൗരവത്തിലെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അതിനെ ഗൗരവമായ പരിശോധന തന്നെ അങ്ങനെ ഒരു മെയിൽ വരുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് അവിടെ.